നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കുഞ്ഞ് സാധാരണ കഴിക്കാൻ വരുന്ന സമയമാവുന്നതേ ഉള്ളൂ കുഞ്ഞേ. കുഞ്ഞൊന്ന് നേരത്തെയാണ് വന്നത് എന്ന് പറഞ്ഞ് രാമേട്ടൻ കിച്ചണിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് വന്നു. ഞാൻ എല്ലാ ദിവസവും ഒരേ സമയത്താണ് വരാറ്, നേരത്തെ ഒന്നുമല്ല, ദേവൻ പറഞ്ഞു. ഇനി നേരത്തെ ആണെങ്കിൽ തന്നെ നിങ്ങളത് സമ്മതിച്ചു തരില്ലല്ലോ. നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും മാത്രമാണ് ശരിയെന്നാണല്ലോ നിങ്ങളുടെ വിചാരം, ഗൗരി പറഞ്ഞു. അതെടി, ഞാൻ ചെയ്യുന്നതും പറയുന്നതും മാത്രം ശരി. എല്ലാവരും ഞാൻ പറയുന്നതനുസരിച്ച് നിന്നാൽ മതി ഇവിടെ, ദേവൻ പറഞ്ഞു. എല്ലാവരും നിങ്ങൾ പറയുന്നതനുസരിച്ച് ജീവിക്കാനും നിങ്ങളുടെ വരുതിയിൽ എല്ലാവരെയും കൊണ്ടുവരാനും നിങ്ങൾ ആരാന്നാ നിങ്ങളുടെ വിചാരം? ഹിറ്റ്ലറാണെന്നോ? ഗൗരി ചോദിച്ചു. നീ ആരാന്നാ നിന്റെ വിചാരം? എൻ്റെ ആശ്രയത്തിലാ നീ കഴിയുന്നത്, എന്നിട്ടാ എനിക്ക് നേരെ ശബ്ദമുയർത്തുന്നത്, ദേവൻ പറഞ്ഞു. നിങ്ങളുടെ ആശ്രയത്തിൽ കഴിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇപ്പം ഞാനിവിടെ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാ. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ വരേണ്ടി വരില്ലായിരുന്നു, ഗൗരി പറഞ്ഞു. താലി കെട്ടി എൻ്റെ ഭാര്യയായി വാഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലടി നിന്നെ ഞാൻ, ദേവൻ പറഞ്ഞു. നിങ്ങൾ കെട്ടിയ താലിയും കഴുത്തിലിട്ട് നിങ്ങളുടെ ഭാര്യയായി ഒരു നിമിഷം പോലും ഇരിക്കാൻ എനിക്കിഷ്ടണ്ടായിട്ടല്ല, ഗൗരി പറഞ്ഞു. നീ എൻ്റെ ഭാര്യയല്ല, അങ്ങനെ കരുതണ്ട നീ. നിന്റെ വീട്ടുകാർക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതാടി നിന്നെ ഞാൻ, എൻ്റെ അടിമയായി. ഞാൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ കിടക്കണ്ട, അഴിച്ചു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞ് ദേവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ആ താലിച്ചരട് അഴിക്കാനായി അവളുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ വരവ് കണ്ട് ഗൗരി പേടിച്ചൊന്ന് പുറകിലേക്ക് നീങ്ങി നിന്നു. സർ, എന്താ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ദേവനെ രവി പിടിച്ചു മാറ്റി. മറ്റെവിടെയും പോകാൻ വഴിയില്ലാതെ എൻ്റെ ആശ്രയത്തിലാണ് കഴിയുന്നത്, എന്നിട്ടും അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ദേവൻ രവിയോട് പറഞ്ഞു. എനിക്ക് മറ്റെവിടെയും പോകാൻ കഴിയാതെ ആയത് നിങ്ങൾ കാരണാ. മറ്റുള്ളവരുടെ കാഴ്ചയിൽ എനിക്കൊരു ഭർത്താവുണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ കൂടെ നിൽക്കാതെ അവിടെ ചെന്നു എന്ന് ചോദിക്കും. അപ്പം എനിക്ക് എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ ആശ്രയം സ്വീകരിച്ചല്ല. എനിക്കത് ആവശ്യമില്ല. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞ് ഗൗരി അവളുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും രവി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എവിടെയും പോകുന്നില്ല, പോയിരിക്കുക അവിടെ. ഇല്ല, ഇനി ഞാനിവിടെ നിൽക്കില്ല. ഇയാളുടെ ആശ്രയത്തിലാണ് ഞാൻ കഴിയുന്നത്, മറ്റെവിടെ എനിക്ക് പോകാൻ കഴിയില്ല എന്ന ധാരണയിലാണ് ഇയാൾ എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ പോവുക, ഗൗരി പറഞ്ഞു. നീ ഇവിടെ ആശ്രയത്തിലല്ല, അധികാരത്തിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് നീ പോകുന്നില്ല, രവി പറഞ്ഞു. രവി, നീ അവളെ തടയണ്ട, മാറി നിൽക്ക്. അവൾക്ക് ഇവിടെ ഒരു അധികാരവും ഇല്ല. അവൾ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ, ദേവൻ പറഞ്ഞു. സാർ മിണ്ടാതിരിക്ക്. സാറാ ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്നത്, എന്നിട്ട് ഇവൾ സാറിൻ്റെ ആശ്രയത്തിലാണ് കഴിയുന്നത്, മറ്റെവിടെയും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അപമാനിച്ച ദേഷ്യം വരില്ലേ? സാർ എന്തിനാ ഗൗരിയോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്, രവി ചോദിച്ചു. ഞാനാണോ വഴക്കുണ്ടാക്കുന്നത്? ഇവളല്ലേ എന്നോട് വഴക്കുണ്ടാക്കാൻ വരുന്നത്, ദേവൻ ചോദിച്ചു. ആര് വഴക്കുണ്ടാക്കാൻ വന്നതായാലും ഇനി ഇവിടെ രണ്ടാളും തമ്മിൽ ശബ്ദിക്കരുത്. ഗൗരി അവിടെ പോയിരിക്ക്, രവി പറഞ്ഞു. ഇല്ല, എപ്പോഴായാലും ഞാൻ പോണം, അതിപ്പോഴേ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകാൻ തുടങ്ങിയതും രവി ഒച്ചയെടുത്തു. പോയിരിക്കടി അവിടെ. നീ എവിടെയും പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? രവിയുടെ ഒച്ച കേട്ട് ഗൗരി ഞെട്ടി അവിടെ നിന്നു. ദേവൻ ആശ്ചര്യത്തോടെ രവിയെ തന്നെ നോക്കി നിന്നു. മോളെ, മോളിപ്പോൾ എവിടെയും പോകണ്ട, ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ നോക്ക്, രാമേട്ടൻ പറഞ്ഞു. അവൾ തല താഴ്ത്തി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു. കുഞ്ഞെ, ഓഫീസിൽ പോകാൻ സമയമായില്ലേ, ഇരുന്ന് കഴിക്കാൻ നോക്ക്, രാമേട്ടൻ ദേവനോട് പറഞ്ഞു. അവൻ ഗൗരിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയ ശേഷം അവിടെ ചെയറിലിരുന്നു. പോയി ഇരിക്കവിടെ എന്ന് രവി ദേഷ്യത്തോട് ഗൗരിയോട് പറഞ്ഞ് അവനും ചെയറിൽ വന്നിരുന്നു. അവൾ കണ്ണുകൾ തുടച്ച് വേഗം കിച്ചണിലേക്ക് പോയി. കണ്ടില്ലേ അവളുടെ അഹങ്കാരം? ആര് പറഞ്ഞാലും അവൾ അനുസരിക്കില്ല, അഹങ്കാരി അവള്, ദേവൻ പറഞ്ഞു. സാറ് മിണ്ടാതിരിക്ക്. അവൾ വെള്ളം എടുക്കാൻ പോയതാ, രവി പറഞ്ഞു. അപ്പോൾ അവൾ ഒരു ജഗ്ഗിൽ വെള്ളമെടുത്ത് കിച്ചണിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് വന്നു. ദേവൻ അത് കണ്ട് ആശ്ചര്യത്തോടെ രവിയെ നോക്കി. ഇവൻ എങ്ങനെ ഇത് മനസ്സിലായി? ദേവൻ മനസ്സിൽ ചിന്തിച്ചു. രാമേട്ടൻ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് ഗൗരി നേരത്തെ കഴുകി ടേബിളിന് മുകളിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന പ്ലേറ്റ് എടുത്ത് അവർക്കെല്ലാം വെച്ചു കൊടുത്തു. അവൾ അവർക്ക് വിളമ്പിക്കൊടുത്ത ശേഷം രവി പറഞ്ഞു. നീ ഇരിക്ക്. മറ്റാരെയും ശ്രദ്ധിക്കാതെ അവളും അവരോടൊപ്പം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദേവനും രവിയും ഓഫീസിലേക്ക് പോകുമ്പോൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല.
ഓഫീസിലെത്തി കാറിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് കയറി പോകുന്നതിനിടയിൽ ദേവൻ അവിടെ നിന്ന് രവിയെ തിരിഞ്ഞു നോക്കി. അവൻ എന്തോ ആലോചനയിലാണെന്ന് ദേവന് തോന്നി. അവൻ ക്യാബിനിൽ ചെന്നിരുന്ന് കുറേ സമയം കഴിഞ്ഞാണ് രവി അവിടേക്ക് ചെന്നത്. അപ്പോഴും രവി ദേവനോട് ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഒരേ ആലോചന തന്നെയായിരുന്നു. നീ കുറേ നേരമായല്ലോ ആലോചിക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ദേവൻ രവിയോട് ചോദിച്ചു. ഞാൻ ഗൗരിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പാവം, സാറ് വഴക്ക് പറയുമ്പോൾ അവൾക്ക് എത്ര സങ്കടം ഉണ്ടാകും, രവി പറഞ്ഞു. ദേവൻ ഒരു സംശയത്തോടെ രവിയെ നോക്കി. അവളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാൻ നീ ആരാ അവളുടെ? ദേവൻ ചോദിച്ചു. എന്താ സാർ, നമ്മുടെ കൂടെ കഴിയുന്ന ഒരു പെൺകുട്ടി. അവളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ടേ? രവി ചോദിച്ചു. നമ്മുടെ കൂടെ കഴിയുന്നതോ? അവൾ ആ വീട്ടിൽ താമസിക്കുന്നു, അത്രേ ഉള്ളൂ. മറ്റൊരു തരത്തിലുള്ള ചിന്തയും നിനക്ക് അവളെക്കുറിച്ച് വേണ്ട, ദേവൻ പറഞ്ഞു. ചേ, സാർ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. പോയിരിക്കടി അവിടെ എന്ന് പറഞ്ഞപ്പോൾ പാവം പേടിച്ച് കരയുന്നത് കണ്ടില്ലേ? അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു. സാറ് പറയുന്നത് കേട്ട് സങ്കടം വന്ന് എവിടേക്കുന്നില്ലാതെ ഇറങ്ങിപ്പോകാൻ നിന്നതാ. ഞാൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇപ്പം എവിടെ പോയിട്ടുണ്ടാകുമായിരുന്നു? അവൾക്ക് ശാശ്വതമായൊരു ഷെൽട്ടർ അത്യാവശ്യമാണല്ലേ സർ, രവി പറഞ്ഞു. ശാശ്വതമായൊരു ഷെൽട്ടർ എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ദേവൻ ചോദിച്ചു. അല്ല, അവളുടെ സംരക്ഷണം ഇപ്പോൾ നമുക്കാണല്ലോ എന്ന് രവി പറഞ്ഞപ്പോൾ ദേവൻ ചോദിച്ചു. നമുക്കോ? നമുക്കെന്ന് പറയുമ്പോൾ സാറാണല്ലോ അവളെ മഹേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് സാറ് തന്നെ അവളെ ഓരോന്നും പറഞ്ഞ് വേദനിപ്പിക്കുന്നു. ഇനിയും ഇതുപോലെ എന്തെങ്കിലും സാറ് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് വരും. അങ്ങനെയാണെങ്കിൽ അവൾക്ക് കയറി ചെല്ലാൻ ഒരിടം വേണമല്ലോ. അതവൾക്ക് അധികാരത്തോടെയും അവകാശത്തോടെയും നിൽക്കാൻ കഴിയുന്ന ഒരിടായാൽ അത് നല്ലതായിരിക്കും, രവി പറഞ്ഞു. ദേവൻ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒരു ചെക്കനെ കണ്ടെത്തി അവളുടെ കല്യാണം നടത്തിക്കൊടുത്താലോ? എങ്കിൽ പിന്നെ അവൻ്റെ വീട്ടിൽ അവൾക്ക് അധികാരത്തോടെയും അവകാശത്തോടെയും കഴിയാലോ, രവി സന്തോഷത്തോടെ പറഞ്ഞു. അത് നല്ലൊരു ഐഡിയ ആണല്ലേ സാർ? ദേവൻ്റെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടായി. കല്യാണം കഴിക്കാം, അതാ നല്ലത്, രവി പറഞ്ഞു. അത് കേട്ട് ദേവൻ ചോദിച്ചു. എന്താ? അല്ല, അവളെ കല്യാണം കഴിപ്പിച്ചു വിടാം. അവൾക്ക് ഒരു ഷെൽട്ടറും ആവും, ജീവിതവും ആവും, രവി പറഞ്ഞു. രവിക്ക് നേരെ ദേവന് ചെറിയൊരു ദേഷ്യം തോന്നി. അവൻ അങ്ങനെ രവിയെ നോക്കിയിരിക്കുമ്പോൾ ക്യാബിൻ്റെ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. കമിൻ, ദേവൻ പറഞ്ഞു. അപ്പോൾ ഡോർ തുറന്ന് രാജീവ് അകത്തേക്ക് വന്നു പറഞ്ഞു. കോശി സാർ കുറേ നേരമായി വിളിക്കുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. അയ്യോ, ഓരോന്ന് ആലോചിച്ച് ഫോൺ കാറിൽ നിന്ന് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് രവി എഴുന്നേറ്റ് അവിടുന്ന് പോയി. എന്തിനാ കോശി സാർ വിളിച്ചത്? ദേവൻ രാജീവിനോട് ചോദിച്ചു. കോശി സാറിന് എന്തോ സുഖമില്ല, കുറച്ച് ദിവസം ലീവായിരിക്കുമെന്ന് പറഞ്ഞു, രാജീവ് പറഞ്ഞു. ഫീൽഡിൽ പോകുന്ന ബാക്കിയുള്ളവരെല്ലാം നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ രാജീവ്? ദേവൻ ചോദിച്ചു. കോശി സാറിൻ്റെ അത്രയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, രാജീവ് പറഞ്ഞു. ഫീൽഡിലുള്ള മറ്റുള്ളവരെല്ലാം അവരുടെ ഓഫീസ് വർക്ക് കോശി സാറിനല്ലേ ഏൽപ്പിച്ചിരുന്നത്? അതെല്ലാം കൂടി ഒരുപാടുണ്ടോ രാജീവ്? ദേവൻ ചോദിച്ചു. അതെല്ലാം ദീപചേച്ചി ചെയ്യുന്നുണ്ടല്ലോ സാർ, രാജീവ് പറഞ്ഞു. അധികം വർക്കുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുത്താൽ മതി രാജീവ്, ദേവൻ പറഞ്ഞു. അധികം ഉണ്ടാകാറില്ല സാർ. പക്ഷേ ഇന്ന് ദീപചേച്ചി ഓഫീസിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മോന് സുഖമില്ലെന്ന് പറഞ്ഞു പോയി. അതുകൊണ്ട് ഇന്നത്തെ വർക്ക് പെൻഡിങ് ആവും. രാജീവ് അത് പറഞ്ഞു തീരുമ്പോഴേക്കും ദേവൻ ചോദിച്ചു. മോന് സുഖമില്ലെന്നോ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ലീവാണെങ്കിൽ എന്നെ വിളിച്ച് പറയാറുണ്ട്, ഇന്ന് വിളിച്ചില്ലല്ലോ. അപ്പോഴാണ് അവന് ഫോൺ വലിച്ചെറിഞ്ഞത് ഓർമ്മ വന്നത്. ഓ, എൻ്റെ ഫോൺ. എന്നാൽ രവിയെ വിളിക്കേണ്ടതായിരുന്നല്ലോ. മോൻ എന്താണെന്നാ പറഞ്ഞത്? മോൻ സ്കൂളിൽ ചെന്ന് വീണെന്നാ പറഞ്ഞത്. മോനെക്കൊണ്ട് ഹോസ്പിറ്റലിലാണ്, ചിലപ്പോൾ കുറച്ച് ദിവസം ലീവ് വേണ്ടി വരുമെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. ഗൗരി കുറച്ച് ദിവസമായല്ലോ വന്നിട്ട്. ഇനി വരുന്നില്ലെങ്കിൽ മറ്റൊരാളെ അപ്പോയിൻറ്റ് ചെയ്യണ്ടേ സാർ? കോശി സാറും ദീപചേച്ചിയും ലീവാണെങ്കിൽ വർക്ക് കൂടുതൽ പെൻഡിങ് ആവും, രാജീവ് പറഞ്ഞു. ഗൗരി മൺഡേ വന്നു തുടങ്ങും രാജീവ്, പുതിയ അപ്പോയിൻമെൻറ്റ് വേണ്ട, ദേവൻ പറഞ്ഞു. ഗൗരി വിളിച്ചിരുന്നോ സാർ? രാജീവ് ചോദിച്ചു. അപ്പോളാണ് ദേവന് പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മ വന്നത്. അല്ല, കുറച്ച് ദിവസം ആയല്ലോ അവൾ ലീവ്. മൺഡേ വന്നു തുടങ്ങുമായിരിക്കും. നോക്കിയിട്ട് പുതിയ അപ്പോയിൻമെൻറ്റ് ചെയ്താൽ മതി, ദേവൻ പറഞ്ഞു.